എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കേരള PSC മെയിൻ എക്സാം സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. KGTA യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്കുള്ള മെയിൻ എക്സാം സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. ഈ ഒരു സെക്ഷനാണ് ആ ഒരു എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഷെയർ ചെയ്യുന്നത്. 40 മാർക്കിനാണ് ഈ ഒരു സെക്ഷനിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നും 10 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ 2 സെക്ഷനിൽ നിന്നും കൂടിയിട്ട് 50 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ഈ 2 സെക്ഷനിൽ നിന്നും കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചതും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീരീസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് തറവാവുകയും അതുപോലെ തന്നെ എക്സാമിന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു ചെറിയൊരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസും കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീരീസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സൽ 2007 എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് 14ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 13 ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഈ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ ടാബാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. Data tab. Data. You can use this tab to import data from a wide variety of sources, the web, Access, SQL, server and so on. You will also be able to filter and sort data, validate your data, group and ungroup data and perform data analysis plus many other features. ഈ ഡാറ്റ ടാബിൻ്റെ ഉപയോഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് നമുക്ക് കുറേയധികം സോഴ്സസിൽ നിന്നും ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടാബാണ് ഡാറ്റ ടാബ്. അതായത് നമുക്ക് എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാം. വെബ്, ആക്സസ്, SQL, സെർവർ തുടങ്ങിയവയിൽ നിന്നൊക്കെ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഡാറ്റേനെ ഫിൽട്ടർ ആൻഡ് സോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡാറ്റേനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡാറ്റേനെ ഗ്രൂപ്പ് ചെയ്യാനും അൺഗ്രൂപ്പ് ചെയ്യാനും പറ്റും. പിന്നെ ഡാറ്റ അനാലിസിസ് പെർഫോം ചെയ്യാം. പിന്നെ അതുപോലെയുള്ള കുറേയധികം ഫീച്ചേഴ്സ് ഈ ഒരു ടാബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഡാറ്റ ടാബിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമാൻഡിൽ നിന്ന് നമുക്ക് ഒരു ഡാറ്റേനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് ഉപയോഗിക്കുന്നത്, ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റ. അടുത്ത ഗ്രൂപ്പാണ് സോർട്ട് ആൻഡ് ഫിൽറ്റർ ഗ്രൂപ്പ്. അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫിൽറ്റർ, ക്ലിയർ, റീഅപ്ലൈ, അഡ്വാൻസ്ഡ്. അപ്പോൾ ഫിൽറ്റർ, ക്ലിയർ, റീഅപ്ലൈ, അഡ്വാൻസ്ഡ്. അതുപോലെ തന്നെ A to Z എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെക്ഷൻ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് സോർട്ട് ദ സെലക്ഷൻ സോ ദാറ്റ് ദ ലോവസ്റ്റ് വാല്യൂ ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ കോളം. അതായത് ഈ A മുതൽ Z വരേക്കെന്നുള്ള ആ ഒരു സെക്ഷൻസ് ആ ഒരു കമാൻഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോവസ്റ്റ് വാല്യൂ ടോപ്പിലും ഒരു കോളത്തിൻ്റെ ടോപ്പിൽ വരുന്ന രീതിയിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത ഒരു ഓപ്ഷനാണ് Z to A. സോർട്ട് ദ സെലക്ഷൻ സോ ദാറ്റ് ദ ഹയസ്റ്റ് വാല്യൂ ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ കോളം. അതായത് Z മുതൽ A എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ ഇവിടെ ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ടുള്ളത് നേരെ കുത്തനെയാണ് വരേണ്ടത്, പക്ഷെ അത് അങ്ങനെ എഴുതാൻ പറ്റാത്തതുകൊണ്ട് നേരെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സോർട്ട് ദ സെലക്ഷൻ സോ ദാറ്റ് ദ ഹയസ്റ്റ് വാല്യൂ ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ കോളം. അതായത് ഇവിടെ Z എന്ന് പറയുമ്പോൾ അവിടെ ടോപ്പിൽ വരിക ഏറ്റവും ഹയസ്റ്റ് വാല്യൂ മുതൽ ലോവസ്റ്റ് വരേക്ക് അങ്ങനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്ഷനാണ് ഫിൽറ്റർ. ഫിൽറ്ററിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Shift+L. Ctrl+Shift+L ആണ് ഫിൽറ്ററിൻ്റെ ഷോർട്ട് കട്ട് കീ. അടുത്ത ഗ്രൂപ്പാണ് ഡാറ്റ ടൂൾസ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് കോളം. അതായത് ഈ ടെക്സ്റ്റ് കോളം എന്നുള്ളത് എക്സലിലുള്ള കണ്ടന്റിനെ
സെപ്പറേറ്റ് കോളംസിൽ ആക്കുന്നുണ്ട്. കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമാൻഡാണിത്. അതായത് എക്സലിലുള്ള കണ്ടൻറ്റിനെ സെപ്പറേറ്റ് കോളത്തിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണിത്, ടെക്സ്റ്റ് കോളം. അടുത്ത കമാൻഡാണ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. അതായത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് റോസിനെ ഒരു ഷീറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്കറിയാം, ഒരു എക്സൽ ഷീറ്റിൽ ചിലപ്പം കൂടുതൽ ഒരേ ഡാറ്റ ചെയ്തിട്ടുള്ള റോ തന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള റോസിനെ ഷീറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ള ആ ഒരു കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്ത കമാൻഡാണ് ഡാറ്റ വാലിഡേഷൻ. അതായത് ഈ ഡാറ്റ വാലിഡേഷൻ എന്നുള്ള കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഡാറ്റ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സെല്ലിലേക്ക് ഇൻവാലിഡ് ആയിട്ടുള്ള ഡാറ്റ ഫോം എൻ്റർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. ഡാറ്റ വാലിഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഡാറ്റേൻ്റെ ഫോം ഇൻവാലിഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മാർക്സ് എന്നുള്ള കോളത്തിൽ പോയിട്ട് നമുക്ക് ടെക്സ്റ്റ് ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടെ ഡാറ്റ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ മാത്രം ടൈപ്പ് ചെയ്താലേ അവിടെ ആ ഒരു ഡാറ്റ എൻ്റർ ആവുള്ളൂ എന്നുള്ള തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത കമാൻഡാണ് കൺസോളിഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പൈൻ വാല്യൂ ഫ്രം മൾട്ടിപ്പിൾ റേഞ്ചസ് ഇൻറ്റു വൺ ന്യൂ റേഞ്ച്. അതായത് മൾട്ടിപ്പിൾ റേഞ്ചസിൽ നിന്നുള്ള വാല്യൂവിനെ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ റേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തൊരു കമാൻഡാണ് വാട്ട് ഇഫ് അനാലിസിസ്. ഡാറ്റ ടാബിലെ അടുത്ത ഗ്രൂപ്പാണ് ഔട്ട്ലൈൻ ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ ഉള്ള ഓപ്ഷൻസ് ആണ് ഗ്രൂപ്പ്, അൺഗ്രൂപ്പ്, സബ് ടോട്ടൽ, ഷോ ഡീറ്റെയിൽ, ഹൈഡ് ഡീറ്റെയിൽ. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുന്നത് റേഞ്ച് ഓഫ് സെൽസിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അൺഗ്രൂപ്പ് എന്നുള്ള ആ ഒരു കമാൻഡ് ഉപയോഗിക്കുന്നത് ഗ്രൂപ്പ് ചെയ്ത സെല്ലിനെ അൺഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡാറ്റ ടാബിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് റിവ്യൂ ടാബാണ്. റിവ്യൂ ടാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ചെക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, യൂസ് ദ thesaurus, track changes, review other people's changes or compare documents. This is the tab to users. It also lets you protect worksheet and workbook and share workbooks. അപ്പോൾ ഈ റിവ്യൂ ടാബിലെ ഫീച്ചേഴ്സ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കിന്, പിന്നെ അതുപോലെ തന്നെ thesaurus, പിന്നെ ട്രാക്ക് ചേഞ്ചസ്, അതുപോലെ തന്നെ വേറെ പീപ്പിൾസിൻ്റെ, അതായത് നമ്മുടെ ഡോക്യുമെൻറ്റിൽ അതർ പീപ്പിൾസിൻ്റെ ചേഞ്ചസ്, അതുപോലെ തന്നെ ചേഞ്ചസ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡോക്യുമെൻറ്റ്സ് കമ്പയർ ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ ഈ വർക്ക് ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ വർക്ക് ബുക്കിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വർക്ക് ബുക്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയവയ്ക്കൊക്കെയാണ് റിവ്യൂ ടാബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ റിവ്യൂ ടാബിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ് പ്രൂഫിംഗ് ഗ്രൂപ്പ്. പ്രൂഫിംഗ് ഗ്രൂപ്പിലുള്ള കമാൻഡ്സ് ആണ് സ്പെല്ലിംഗ്, റിസർച്ച്, thesaurus, ട്രാൻസ്ലേറ്റ്. സ്പെല്ലിംഗ്, റിസർച്ച്, thesaurus, ട്രാൻസ്ലേറ്റ് പ്രൂഫിംഗ് ഗ്രൂപ്പിലുള്ള കമാൻഡ്സ് ആണ്. അടുത്ത ഗ്രൂപ്പാണ് കമൻസ് ഗ്രൂപ്പ്. കമൻസ് ഗ്രൂപ്പിലുള്ള കമാൻഡ്സ് ആണ് ന്യൂ കമൻറ്റ്, ഡിലീറ്റ്, പ്രീവിയസ്, നെക്സ്റ്റ്, ഷോ ഓർ ഹൈഡ് കമാൻഡ്, ഷോ ഓൾ കമൻറ്റ്സ്, ഷോ ലിങ്ക്. അടുത്ത ഗ്രൂപ്പാണ് ഈ റിവ്യൂ ടാബിലെ ലാസ്റ്റ് ഗ്രൂപ്പാണ് ചേഞ്ചസ്. പ്രൊട്ടക്റ്റ് ഷീറ്റ്, പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക്, ഷെയർ വർക്ക് ബുക്ക്, പ്രൊട്ടക്റ്റ് ആൻഡ് ഷെയർ വർക്ക് ബുക്ക്, അലോ യൂസേഴ്സ് ടു എഡിറ്റ് റേഞ്ചസ്, ട്രാക്ക് ചേഞ്ചസ്. അപ്പോൾ ഇത്രയാണ്. ഇനി ഒരു ടാബും കൂടിയുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ആ ഒരു ടാബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കും ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. Thanks for watching. Have a nice day.